ERP ഇംപ്ലിമെൻറ്റേഷൻ്റെ സക്സസ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ERP ഇംപ്ലിമെൻറ്റേഷൻ്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനകത്ത് എന്താ ആക്ച്വലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്പെക്റ്റേഷൻസ് വേഴ്സസ് റിയാലിറ്റി അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻസ് വേഴ്സസ് ആക്ച്വൽ ഉണ്ട്. അതായത് ഒരു ERP ഇംപ്ലിമെൻറ്റേഷൻ ചെയ്ത് കഴിയുമ്പോൾ സ്റ്റേക്ക് ഹോൾഡർ അല്ലെങ്കിൽ കസ്റ്റമർ അല്ലെങ്കിൽ ക്ലയൻറ്റ് എന്താണോ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആ ഒരു ഔട്ട്കം ERP ഇംപ്ലിമെൻറ്റേഷനിലൂടെ വന്നു എന്നുള്ളതാണ് നമ്മൾ ബേസിക്കലി. അപ്പം അതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഈ ഇംപ്ലിമെൻറ്ററും അതേപോലെ തന്നെ എന്താ പറയുക ക്ലയൻറ്റും എന്തായാലും ഉണ്ടായിരിക്കണം. അതായത് ഇംപ്ലിമെൻറ്റർ ക്ലയൻറ്റിൻ്റെ അടുത്ത് ചോദിക്കണം, നിങ്ങൾ ERP ഇംപ്ലിമെൻറ്റേഷനിലൂടെ എന്താണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് നിങ്ങൾ എന്താ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ സ്റ്റേക്ക് ഹോൾഡർ അല്ലെങ്കിൽ ക്ലയൻറ്റ് എന്തായിരിക്കണം ഇംപ്ലിമെൻറ്റർ അടുത്തും പറയണം, ഈ ERP ഇംപ്ലിമെൻറ്റേഷനിലൂടെ ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ക്ലാരിറ്റി ഫ്രം ദ ബിഗിനിങ് മുതൽ തന്നെ ഒരു ഇംപ്ലിമെൻറ്റർക്ക് കിട്ടുകയാണെങ്കിൽ അയാൾക്ക് എന്ത് മനസ്സിലാവും, ഓക്കെ ഇവരുടെ ഫൈനൽ ഔട്ട്കം അയാൾ ഉദ്ദേശിക്കുന്നത് ഇന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പം ആ ഒരു ഗോൾ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ എന്താ പറയുക എയിം മീൻസ് ക്ലയൻറ്റിൻ്റെ എയിം എന്ത് ചെയ്യാൻ വേണ്ടി അച്ചീവ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇംപ്ലിമെൻറ്റർക്ക് പറ്റും. അതേസമയത്ത് ആ കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ ആ ക്ലാരിറ്റി ഇല്ലാതെ പോകുന്ന സമയത്ത് ഒരു ഫൈനൽ എത്തുമ്പോൾ ഇംപ്ലിമെൻറ്റേഷൻ കംപ്ലീറ്റ് ആവും, പക്ഷെ എന്തായിരിക്കില്ല സ്റ്റേക്ക് ഹോൾഡർ ചിലപ്പം സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. അപ്പം ആ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.